everyone, welcome to Krish Talks. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 3 ആണ് കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ചാപ്റ്റർ 1, 2 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അതേപോലെ തന്നെ EDP, ബാങ്കിങ് എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3യുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഈ ഒരു ചാപ്റ്ററും അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. മുന്നത്തെ വർഷങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ഷെയർ എന്താണ്, ഷെയർ ക്യാപിറ്റൽ എന്താണ്, ആരാണ് ഷെയർ ഹോൾഡർ, എത്ര ടൈപ്സ് ഓഫ് ഷെയർസ് ഉണ്ട്, ഇതൊന്നും ഷെയർ അങ്ങനെയുള്ള ടേംസ് ഒന്നും കുട്ടികൾക്ക് അറിയില്ല. പക്ഷേ ഈ ടേംസ് അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു ചാപ്റ്ററും ഇതിനങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ടേംസ് ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ്. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ 3 അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെയുള്ള ബേസിക് എലമെന്റ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ വരുത്തിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ 3യുടെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയയിലോട്ട് കിടക്കാം. അപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 പാർട്ടും മുഴുവനായിട്ട് കാണുക നിങ്ങൾ. കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്റർ 3 ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പിക്ചറൈസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പിക്ചറിൽ ഒരു ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊരു കമ്പനിയാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിഷ് ടോക്സിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് വിചാരിക്കുക. ഒരു 1 lakh വർത്ത് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയുടെ കയ്യിൽ ഷെയർസ് ഉള്ളത് 100 ഷെയർസ് ആണ് ഉള്ളത്. അതായത് ഒരു ഷെയറിന് 1000 രൂപ വെച്ചിട്ട് 100 ഷെയർസ്. അപ്പോൾ 1000 × 100 1,00,000 രൂപയായല്ലോ. അപ്പോൾ ഈ 1,00,000 രൂപ ഇവർക്ക് എന്താ പറയുക ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. 1,00,000 രൂപ നമ്മുടെ കമ്പനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പൈസ ജനങ്ങളിൽ നിന്നാണ് ഇവർ കളക്ട് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്, ഈ ഒരു 1,00,000 രൂപ. അപ്പോൾ ഇവർ എന്ത് പ്ലാൻ ചെയ്തു? നമ്മുടെ കമ്പനിയുടെ ഷെയർസ് നമുക്ക് വിൽക്കാം, 100 ഷെയർസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് 1000 രൂപ ഒരു ഷെയറിന് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് വിൽക്കാം. അപ്പോൾ 100 ഷെയർസ് 1000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവർക്ക് കിട്ടാനുള്ള 1,00,000 രൂപയായല്ലോ. അങ്ങനെ ഇവർ സെല് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പൈസ ആരുടെ കയ്യിൽ നിന്നാണ്? പബ്ലിക്കിലോട്ട് സെല് ചെയ്ത് പബ്ലിക്കാണ് ഇവർക്ക് പൈസ നൽകുന്നത്. അങ്ങനെയാണ് ഇവർ 1 lakh rupees ഗെയിൻ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് ഷെയർ ക്യാപിറ്റൽ. The share capital of a company is divided into small and equal parts. Each unit is called a share. അതായത് ഒരു കമ്പനിക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട്, അതിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുഞ്ഞു പീസസ് ആയിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിലെ പോലെ കുഞ്ഞു പീസസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ കുഞ്ഞു പാർട്ടിനെയാണ്, ഈ ഒരു ഓരോ കുഞ്ഞു പാർട്ടിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 100 ഷെയർസ് ഉണ്ട്. ഓക്കെ, ഓരോന്നിനും പൈസ ഉണ്ട്, ഓരോന്നിനും 1000 രൂപ വെച്ച് 100 ഷെയർസ്. അപ്പം മൊത്തം നമ്മുടെ ആ ഒരു ഷെയർ ക്യാപിറ്റലിൻ്റെ കുട്ടി പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് വിളിക്കുന്നത്. ദെൻ എ പേഴ്സൺ ഹു ബൈസ് എ ഷെയർ ഈസ് കോൾഡ് ഷെയർ ഹോൾഡർ. ആരാണോ ഒരു ഷെയർ വാങ്ങുന്നത് ആളെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡർ ഓർ മെമ്പർ ഓർ ഓണർ ഓഫ് ദ കമ്പനി. അപ്പോൾ ആരാണോ ഒരു ഷെയർ വാങ്ങുന്നത് അയാളെ നമ്മൾ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും. അങ്ങനെ ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇതിലെ ഒരു ഷെയർ ഞാൻ വാങ്ങിച്ചു 1000 രൂപ കൊടുത്തിട്ട് ഒരു ഷെയർ ഞാൻ വാങ്ങിച്ചു. നിങ്ങൾക്ക് എത്ര ഷെയർ വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ 5000 രൂപ കൊടുത്ത് 5 ഷെയർ വാങ്ങാം, 10000 രൂപ കൊടുത്ത് 10 ഷെയർ വാങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിലെ ഷെയർസ് വാങ്ങുന്നവരെ നമ്മൾ ഷെയർ ഹോൾഡർ എന്നാണ് വിളിക്കുക. അങ്ങനെ ഷെയർ വാങ്ങിയവരെ നമുക്ക് എന്തുകൂടി വിളിക്കാം? ഓണർ എന്ന് കൂടി വിളിക്കാം. ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ ഓണറായി അല്ലെങ്കിൽ ഒരു മെമ്പറായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇറ്റ്സ് എ പോർഷൻ ഓഫ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി. എ കമ്പനീസ് ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് എ ഫിക്സഡ് എമൗണ്ട് നോൺ ആസ് ഷെയർസ്. നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഇവിടെ ഷെയറിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 84 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, എ ഷെയർ ഈസ് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക്. അപ്പം ഇതിൽ ആ ഒരു ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ ഷെയർ എന്ന് പറഞ്ഞു, അതിൽ സ്റ്റോക്കും ഇൻക്ലൂഡഡ് ആണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എന്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട് ഇവിടെ.
സിൻസ് ഡെഫിനിഷൻ ഓഫ് ഷെയർസ് ഇൻക്ലൂഡ് സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ സ്റ്റോക്ക് എന്നുള്ള വാക്ക് കൂടി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് സ്റ്റോക്ക്? സ്റ്റോക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഓണർഷിപ്പ്. സ്റ്റോക്ക് ഈസ് സിംപ്ലി എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗെദർ ഇൻ എ ബണ്ടിൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ മൊത്തം ഷെയർ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്തതാണ് ഷെയർ എന്ന് പറഞ്ഞു. മൊത്തം ഇതിങ്ങനെയായിരുന്നു, ഒരു സെറ്റ്, ഒരു പീസായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു പീസിനെ എന്ത് ചെയ്തു? കുഞ്ഞി പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് ഷെയർസിന്റെ ബണ്ടിലിനെയാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് എന്ത് ചെയ്തു? ഞാൻ ഇതിൽ നിന്ന് ഒരു 5 ഷെയർ വാങ്ങി എന്ന് വിചാരിക്കാം. 5 ഷെയർ വാങ്ങി. അപ്പം ഇതൊരു ബണ്ടിലായില്ലേ? ഇതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. കുറച്ച് ഷെയർസിന്റെ ഒരു കൂട്ടം ഓഫ് ഷെയർസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഷെയർസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഷെയർ ക്യാപിറ്റൽ എന്താണ്, ഷെയർ എന്താണ്, ആരാണ് ഷെയർ ഹോൾഡർ, ആളെ ഓണർ എന്നും കൂടി വിളിക്കും. ദെൻ സ്റ്റോക്ക് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്നാലും നമുക്ക് നോക്കാം. ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി. ഷെയർ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റോക്ക് അങ്ങനെ ആ ഒരു കൂട്ടത്തിനെ നമുക്ക് ഡയറക്റ്റ്ലി ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. എ ഷെയർ ഹാസ് എ നോമിനൽ വാല്യൂ. ഷെയറിന് ഒരു നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കും. അതായത് ഒരു ഷെയറിന് ഇത്ര രൂപ, അങ്ങനെ ഒരു നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കും. സ്റ്റോക്കിന് അങ്ങനെ ഒരു നോമിനൽ വാല്യൂ ഇല്ല. ദെൻ ഷെയർ ക്യാൻ ബി ഫുള്ളി ഓർ പാർട്ട്ലി പെയ്ഡ് അപ്പ്. ഷെയർ നമുക്ക് 1000 രൂപ മുഴുവനായിട്ട് കൊടുത്തൊരു ഷെയർ വാങ്ങാം, അല്ലെങ്കിൽ 500 രൂപ കൊടുത്തിട്ട് വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും. പക്ഷെ സ്റ്റോക്ക് എപ്പോഴും ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം. മുഴുവനായിട്ടുള്ള തുക കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റോക്ക് വാങ്ങാനായിട്ട്. ദെൻ ഷെയർ ഹാസ് എ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ സ്റ്റോക്ക് ഹാസ് നോ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. ഒരു കൃത്യമായിട്ടുള്ള ഒരു നമ്പറിലായിരിക്കും ഷെയർ ഉണ്ടാവുക. സ്റ്റോക്കിന് അങ്ങനെ ഇല്ല, അതിലൊരു കൂട്ടം ആണല്ലോ. അപ്പോൾ സ്റ്റോക്കിന് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ഇല്ല. എ ഷെയർ ഇസ് ട്രാൻസ്ഫേർഡ് ഓൺലി ഇൻ മൾട്ടിപ്പിൾ ഓഫ് 1 whereas സ്റ്റോക്ക് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻസ്. നമ്മുടെ ഷെയർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ 1 ആയിട്ടാണെങ്കിൽ സ്റ്റോക്ക് ഫ്രാക്ഷൻ രൂപത്തിലായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓൾ ദ ഷെയർസ് ഓഫ് എ ക്ലാസ് ആർ ഈക്വൽ ഡിനോമിനേഷൻസ്. സ്റ്റോക്ക് ഡിഫറെൻറ്റ് ഡിനോമിനേഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കാൻ നമ്മുടെ അടുത്ത് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, കുട്ടികൾക്കെല്ലാം വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് കേട്ടോ. നമുക്ക് നോക്കാം, ഇത് ഏത് വേണമെങ്കിലും 2 മാർക്കിന് ചോദിക്കാം. സോ എന്താണ് രജിസ്റ്റേർഡ് ഓർ ഓതറൈസ്ഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ സ്പെസിഫൈഡ് ഇൻ ദ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. ഏതൊരു കമ്പനിയുടെയും ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് റേസ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്. അതായത് നമുക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ അങ്ങനെ ഷെയർ വിറ്റ് ജനങ്ങളുടെ നിന്ന് എപ്പോഴെപ്പോഴും പൈസ വാങ്ങാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും മാക്സിമം നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ 1 ലക്ഷമാണ്, 10 ലക്ഷമാണ്. അതിൽ കൂടുതൽ നിങ്ങൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർ വിറ്റ് വാങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയാണോ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അതിനെയാണ് രജിസ്റ്റേർഡ് ഓർ ഓതറൈസ്ഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 ലക്ഷമാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 1 ലക്ഷത്തിനെ എങ്ങനെ വേണമെങ്കിലും ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 100 ഷെയർസ് ജനങ്ങൾക്കായിട്ട് കൊടുക്കാം. ഓരോന്നിന് 1000 രൂപ വെച്ചിട്ട് 100 ഷെയർസ്. അപ്പോൾ അത് വിറ്റ് പോകുന്നതനുസരിച്ച് നമുക്ക് 1 ലക്ഷം കളക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ? അപ്പോൾ എൻ്റെ കമ്പനിക്ക് 1 ലക്ഷം രൂപയാണ് മാക്സിമം പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്ത് വാങ്ങാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 ലക്ഷം തന്നെ ഞാൻ ഇഷ്യൂ ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 100 ഷെയർസ് 1000 രൂപ വെച്ചിട്ട് 100 ഷെയർസ് ഇഷ്യൂ ചെയ്യാം എന്ന് ഞാൻ മനസ്സിലാക്കി. ദെൻ അടുത്തത് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ്. ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫേർഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ ആവശ്യമില്ലല്ലോ, 1 ലക്ഷം നമുക്ക് മാക്സിമം ചെയ്യാം. പക്ഷെ ഇത് മുഴുവൻ ചെയ്യണോ? ഒരു 80,000 ഒക്കെ ചെയ്താൽ പോരെ, 20,000 അവിടെ ഇരിക്കട്ടെ, 80,000 നമുക്കിപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയാണോ മാക്സിമം നമ്മുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനായിട്ടും യൂസ് ചെയ്യാതെ അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട്
ബാക്കിയുള്ളതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇഷ്യൂഡ്, എത്രയാണോ അതിൽ നിന്ന് ജനങ്ങളിലോട്ട് കൃത്യമായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്, അതിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. എനിക്ക് 1 lakh വരെ ഇഷ്യൂ ചെയ്യായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ 80 ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ 1 lakhൽ നിന്നും ഞാൻ 80,000 ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 80 ഷെയർസ്, 1000 രൂപ വെച്ചിട്ട് 80 ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്യാനായിട്ട് എനിക്ക് 80,000 മതി. മനസ്സിലായി? അപ്പോൾ 80,000 ഞാൻ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അടുത്തത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇത് കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്താണ്? ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഫോർ വിച്ച് ദ അപ്ലിക്കേഷൻസ് ആർ റിസീവ്ഡ് ഫ്രം ദ പബ്ലിക്. ഇപ്പോൾ നമ്മൾ 80,000-നുള്ള, അതായത് 80 ഷെയർ നമ്മൾ മുന്നോട്ട് വെച്ചല്ലോ, ജനങ്ങളുടെ മുന്നോട്ട് നമ്മൾ 80 ഷെയർ വെച്ചു. ഓരോ ഷെയറിന് 1000 രൂപ വെച്ചിട്ട് 80 ഷെയർസ്, ദാറ്റ് മീൻസ് 80,000 രൂപ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം 80 ആൾക്കാർ വാങ്ങണമെന്നുണ്ടോ? ഇല്ലല്ലോ. അതിൽ ചിലപ്പോൾ 50 എണ്ണത്തിനൊക്കെയാണ് ജനങ്ങൾ അപ്ലിക്കേഷൻ തരുള്ളൂ. ഓക്കെ, ഞാൻ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് അപ്ലിക്കേഷൻ തരുന്നത് 50 എണ്ണത്തിനായിരിക്കും. 80 ആൾക്കാർ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം നമ്മൾ ഇഷ്യൂ ചെയ്തതിൽ നിന്നും എത്ര എണ്ണത്തിനുള്ള അപ്ലിക്കേഷൻ നമുക്ക് റിസീവ് ചെയ്തു, എത്ര പേര് വാങ്ങാം എന്നുള്ള ഒരു അപ്ലിക്കേഷൻ തന്നു, അതിനെയാണ് സബ്സ്ക്രൈബ്ഡ്. എത്ര എണ്ണം മതി എന്ന് അവർ സബ്സ്ക്രൈബ് ചെയ്തെടുത്തു, അതിനുള്ള അപ്ലിക്കേഷൻ തന്നു, അതിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പം 80,000 നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 50,000 സബ്സ്ക്രൈബ് ചെയ്തെടുത്തിട്ട് അതിനുള്ള അപ്ലിക്കേഷൻ തന്നിട്ടുള്ളത്. അതായത് 50 ഷെയർസ് അല്ലേ, 1000 രൂപ വെച്ചിട്ട് 50 ഷെയർസ് ആൾക്കാർ വാങ്ങാം എന്നുള്ളൊരു അപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്ലിക്കേഷനെ തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇനി അതിൽ നിന്ന്, ഈ സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്ന്, അതായത് ഞാൻ വാങ്ങാം എന്നുള്ള ഒരു അപ്ലിക്കേഷൻ തന്നാലും എല്ലാവരും വാങ്ങണമെന്നില്ല. അപ്പോൾ ദ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഫോർ വിച്ച് ദ കമ്പനി ഡിമാൻഡ്സ് പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ കോൾ ചെയ്തെടുത്ത ക്യാപിറ്റൽ, സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്നും കോൾ ചെയ്തെടുത്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 50,000-നുള്ള ഒരു അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ 40,000 കോൾ അപ്പ് ചെയ്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഏതാണ്? ബാക്കി 50,000-ൽ നിന്ന് 40,000 പോയാൽ 10,000 അൺകോൾഡ് ക്യാപിറ്റലാണ്. അതായത് 50,000 രൂപയ്ക്കുള്ള ഷെയർ ആൾക്കാർ വാങ്ങാം എന്നുള്ളൊരു എന്താ പറയുക, ഇഷ്യൂ ചെയ്തതിൽ നിന്നും അവർ വാങ്ങാമെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ആ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും എല്ലാം അങ്ങനെ പോകണം എന്നില്ല. അതിൽ നിന്നും വീണ്ടും കോളപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും ഷെയർസ്. അതിനെയാണ് കോൾഡ് അപ്പ് ഷെയർസ് എന്ന് പറയുക. ബാക്കി വിളിക്കാത്ത ഷെയർസിനെ അൺകോൾഡ് ക്യാപിറ്റൽ എന്നും പറയും. അങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്തതിൽ നിന്നും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു, അതിൽ നിന്നും കോളപ്പ് ചെയ്തു. ഈ കോളപ്പ് ചെയ്തതിൽ നിന്നും എല്ലാവരും അത് വാങ്ങണമെന്നില്ല, പൈസ തരണമെന്നില്ല. അപ്പോൾ ഈ കോളപ്പ് ചെയ്ത 40 ഷെയർസ്, അതായത് 40,000 രൂപയുടെ, അപ്പോൾ ഈ 40,000 രൂപയും നമുക്ക് ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന് എത്ര പേരെ പൈസ തന്നിട്ടുണ്ടാവുള്ളൂ? മേ ബി ഒരു 30 പേരോ 20 പേരൊക്കെ പൈസ തന്നിട്ടുണ്ടാവണമെന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ എല്ലാവരും തന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ദ പാർട്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഫോർ വിച്ച് ദ പേയ്മെന്റ് ഇസ് റിസീവ്ഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. അതായത് 1000 രൂപ വെച്ചിട്ട് 40 ഷെയർസ്, ദാറ്റ് മീൻസ് 40,000 രൂപയുടെ അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോളപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പൈസ തന്നത് ചിലപ്പോൾ ഒരു 30 പേരൊക്കെ ആയിരിക്കാം. 30 ഷെയർസിന്റെ പൈസ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ്, പൈസ തന്നത്, അതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ ഫുള്ളായിട്ട് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 40,000, അസ്യൂമിങ് ഫുൾ പേയ്മെന്റ് ഇസ് റിസീവ്ഡ്. അപ്പോൾ അതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇനി അതിനുശേഷം റിസർവ് ക്യാപിറ്റൽ ഉണ്ട്. ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നോട്ട് കോൾഡ് up by the company except in the event of winding up. അതായത് അതിൽ നിന്നും അവർ വിളിക്കാത്ത ഷെയർസ് ഉണ്ടല്ലോ, കുറച്ചെണ്ണം അൺകോൾഡ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നല്ലോ, അൺകോൾഡ് ക്യാപിറ്റൽ. ഇത് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റിസർവ് ആയിട്ട് മാറ്റി വെക്കും. വൈൻഡിങ് അപ്പ് സമയത്തൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ റിസർവ് ആയിട്ട് മാറ്റി വെക്കുന്നതിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പലതരം ക്യാപിറ്റലുകൾ ഓർഡറിൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ബാക്ക് അടിച്ച് ഒന്നും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ. രജിസ്റ്റേർഡ് തൊട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തത്, അതിൽ നിന്നും ഇഷ്യൂ ചെയ്തത്, അതിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്തത്, അതിൽ നിന്നും കോളപ്പ് ചെയ്തത്, അതിൽ നിന്നും പൈസ തന്നത്, അതായത് പെയ്ഡപ്പ്, പിന്നെ അതിൽ നിന്നൊരു കുറച്ചെണ്ണം റിസർവ് ചെയ്ത് മാറ്റി വെച്ചത്. അങ്ങനെ ഇത് ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഏത് വേണമെങ്കിലും 2 മാർക്കിനോ അല്ലെങ്കിൽ മൊത്തമായിട്ട് ഷോർട്ട് എസ്സേക്കോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള രീതിക്ക് ചോദിക്കാം കേട്ടോ.
ഇനി അടുത്തൊരു ടേമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഷെയർ ഹോൾഡർ ആരാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന എല്ലാവരെയും നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുക. ആക്ച്വലി അവരാണ് ഒരു ഓണേഴ്സ് എന്നും നമുക്ക് പറയാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇട്ടു. 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇടുന്ന സമയത്ത് അത് ഡെപ്പോസിറ്റ് വെറുതെ വാങ്ങി വെക്കല്ലോ ചെയ്യുക. ബാങ്ക് നമുക്ക് അതിനുള്ളൊരു ഇൻട്രസ്റ്റ് തരില്ലേ? അതേപോലെ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങിപ്പോയ ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഇസ് എ പോർഷൻ ഓഫ് കമ്പനീസ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗത്തെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഹോൾഡർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ, ഡിവിഡൻഡ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കാണ് എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. Equity share capital refers to the amount of money raised by the company through the issuance of ordinary shares. സാധാരണ ഒരു കമ്പനിയുടെ ഷെയർ വിറ്റുണ്ടാക്കുന്ന ക്യാപിറ്റൽ, അതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പം അങ്ങനെ വാങ്ങുന്ന ആളുകളെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വിളിക്കുക. സാധാരണ കമ്പനിയുടെ ഷെയർസ് വിറ്റ് കിട്ടുന്ന ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അത് ആ ഒരു ഷെയർസ് വാങ്ങിയ ആളുകളെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് വേണ്ടി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിയ ആളുകളെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്നും നമ്മൾ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഡിവിഡൻഡ്. These shares do not carry any preferential right in the respect of dividend or repayment of capital. പക്ഷേ ഈ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വിളിക്കാന്നൊക്കെ. അപ്പോൾ ഇത്തരം ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു പ്രിഫറൻഷ്യൽ റൈറ്റും ഉണ്ടായിരിക്കില്ല. അതായത് ഒരു മുൻഗണനയൊന്നും ഇത്തരം ഇക്വിറ്റി ഷെയർസ് വാങ്ങിയ ആളുകൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഇസ് പെയ്ഡ് ആഫ്റ്റർ ദി പേയ്മെന്റ് ഓഫ് ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു വിഭാഗം ആളുകളുണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് വേണ്ടി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിയ ഷെയർ ഹോൾഡേഴ്സ് ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അവരുടെ പേര് തന്നെയാണ് പ്രിഫറൻസ്. അപ്പോൾ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഒരു പ്രിഫറൻസ് ഉണ്ടായിരിക്കും, ഒരു മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കുള്ള ഡിവിഡൻഡ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ പാവം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് ക്യാപിറ്റൽ ടു ദ കമ്പനിയാണ്. ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കമ്പനിയുടെ ക്രെഡിറ്റ് വർത്ത്നെസ് ആണ് ഇത്തരത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കൂടുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ ബേസ് സ്ട്രെങ്തൻ ചെയ്യുന്നു, ഓൺടർപ്രണർഷിപ്പ് റിസ്ക് ടേക്കിങ്ങിനൊക്കെ എൻകറേജ് ചെയ്യുന്നു. ഡീമെറിറ്റ്സ് പറയാൻ ഹൈ റിസ്ക് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഹൈ റിസ്ക് ഫോർ ഇൻവെസ്റ്റേഴ്സിന് ഹൈ റിസ്ക് ആണ്. കാരണം ഡിവിഡൻഡ് പോലും നമ്മുടെ പ്രിഫറൻസുകാർക്ക് കിട്ടിയിട്ടാണ് ഇക്വിറ്റിക്കാർക്ക് കിട്ടുള്ളൂ. അൺസർട്ടൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, കാരണം ഇൻവെസ്റ്റ്മെന്റിലൊക്കെ റിട്ടേൺ കിട്ടുമെന്ന് വരെ ഒരു ഉറപ്പില്ല. ദെൻ ഡൈല്യൂട്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ, ഹൈ കോസ്റ്റ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ. ഇത്രയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ഘട്ടമാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് മണി റേസ്ഡ് ബൈ ദി കമ്പനി ത്രൂ ഇഷ്യൂയിങ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ചാൽ കമ്പനിയുടെ സാധാരണ ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർസ്. അങ്ങനെ അത് ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യുന്ന മണിയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അത് ഷെയർസ് വാങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കമ്പനിയുടെ കുറച്ച് മുൻഗണനയുള്ള ഷെയർസ്, ആ ഷെയർസിൻ്റെ പേരാണ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർസ് വിറ്റ് കിട്ടുന്ന പൈസയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇനി ഇത് അതായത് ഓരോ ഷെയർസും വാങ്ങുന്ന ആളുകളെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും, കുറച്ച് മുൻഗണനകൾ ഉണ്ടായിരിക്കും. ഇവർക്കായിരിക്കും ഏറ്റവും ആദ്യം ഫസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുന്നത് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഇവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഇനി ഇവരുടെയും കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് നോക്കാം. അട്രാക്ട്സ് ദ ഇൻവെസ്റ്റേഴ്സ്, പ്രൊവൈഡ് സ്റ്റേബിൾ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, റെഡ്യൂസ് ഫിനാൻഷ്യൽ റിസ്ക്, എൻഹാൻസ് കമ്പനി ക്രെഡിബിലിറ്റി, ദെൻ ഓഫേഴ്സ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സ് വരുന്നത്.
കാരണം ഇവർക്കാണല്ലോ പ്രിഫറൻസ്, ഇവർക്ക് ആദ്യം ഡിവിഡൻറ്റ് കിട്ടും, കമ്പനിയുടെ ക്രെഡിബിലിറ്റി അതുവഴി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും, റിസ്ക് കുറയ്ക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ബേർഡൻ കൂടും. കാരണം ഇവർക്ക് നമ്മുടെ കമ്പനിക്ക് ലാഭം ഇല്ലെങ്കിലും ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണം. അപ്പോൾ കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പറഞ്ഞു നിർത്താം, നമുക്ക് പൈസ ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ തരണില്ല, അടുത്ത വട്ടം തരാമെന്നൊക്കെ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോട് പറയാൻ പറ്റും. പക്ഷെ പ്രിഫറൻസുകാരോട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ കമ്പനിക്ക് അതൊരു ബേർഡൻ ആണ്. ദെൻ റെഡ്യൂസ് റീറ്റെയിൻഡ് ഏർണിങ്സ്, നമുക്ക് ഇങ്ങനെ മാറ്റിവെക്കലൊന്നും ഉണ്ടാവില്ലേ. കാരണം ലാഭം ഇല്ലെങ്കിൽ പോലും ഇവർക്ക് പൈസ കൊടുക്കണമല്ലോ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണമല്ലോ. അപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെ കുറയ്ക്കും, ഫ്ലെക്സിബിലിറ്റി ലിമിറ്റ് ചെയ്യും, ഷെയർ പ്രൈസ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്, കോംപ്ലക്സിറ്റി കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളും നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഇത് മനസ്സിലായല്ലോ. അടുത്തതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഒരു പ്രിഫറൻസ്, ഒരു മുൻഗണന കൂടുതൽ കിട്ടുന്ന ക്യാപിറ്റലാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഇത് വാങ്ങിപ്പോകുന്ന ആളുകൾ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് എപ്പോഴും ഒരു പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ഡിവിഡൻഡ് ഒക്കെ അവർക്ക് ഏറ്റവും ആദ്യം കിട്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ പലതരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഫസ്റ്റ് വൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഇഫ് ദ ഡിവിഡൻഡ് ഇസ് നോട്ട് പെയ്ഡ് ഇൻ എനി ഇയർ ഇറ്റ് വിൽ ബി ക്യാരിഡ് ഫോർവേഡ് ആൻഡ് പെയ്ഡ് ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ്. അതായത് ക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം 2022 അവർക്ക് കൊടുക്കേണ്ട ഡിവിഡൻഡ് 1000 രൂപയായിരുന്നു. പക്ഷെ അത് ഞാൻ എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 2023 1000 മുന്നത്തെയും ഇപ്പോഴത്തെ 1000 കൂട്ടിയിട്ട് 2000 രൂപ കൂട്ടിക്കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അടുത്തത് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ഡിവിഡൻസ് ഡു നോട്ട് അക്യുമുലേറ്റ് ആൻഡ് ആർ പെയ്ഡ് ഓൺലി ഇൻ ദ ഇയർ ദേ ആർ ഡിക്ലെയർഡ്. അതായത് 2022 1000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു ഡിവിഡൻഡ്, അത് ഞാൻ കൊടുത്തില്ല. 2023 അങ്ങനെ കൂട്ടിക്കൊടുക്കാനൊന്നും പറ്റില്ല, കൊടുത്തില്ലെങ്കിൽ ആ വർഷം ഇല്ല, അത്രേ ഉള്ളൂ. അടുത്ത വർഷം ആ വർഷത്തെ 1000 കൊടുക്കാൻ പറ്റില്ല, അല്ലാതെ കൂട്ടിയൊന്നും കൊടുക്കാൻ പറ്റില്ല. അതാണ് നോൺ ക്യുമുലേറ്റീവ്. നമ്മുടെ ക്യുമുലേറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി അടുത്തത് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, നോൺ പാർട്ടിസിപ്പേറ്റീവ് ഉണ്ട്. പാർട്ടിസിപ്പേറ്റീവ് എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ് ബിയോണ്ട് എ സർട്ടീൻ ലെവൽ. അതായത് അവർക്ക് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും അവർക്ക് കൊടുക്കുന്നതാണല്ലോ ഡിവിഡൻഡ്, ഏറ്റവും ആദ്യം അവർക്ക് തന്നെയായിരിക്കും കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടും പിന്നെയും പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവരാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതാണ്, സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാപിറ്റലാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദെൻ കൺവേർട്ടബിൾ, അതായത് നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ പ്രിഫറൻസ് ഷെയർ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്കത് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ഷെയർ ക്യാപിറ്റലാണ് കൺവേർട്ടബിൾ. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് നോൺ കൺവേർട്ടബിൾ. എല്ലാം ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. അടുത്തത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. ക്യാൻ ബി റെഡീംഡ് ബൈ ദ കമ്പനി. കമ്പനിക്ക് അത് എന്ത് ചെയ്യാം, റെഡീം ചെയ്ത് തിരിച്ചു വാങ്ങാൻ സാധിക്കും. അങ്ങനെയുള്ളതാണ് റെഡീമബിൾ. അങ്ങനെ തിരിച്ചു വാങ്ങാൻ പറ്റാത്തതാണ് ഇറെഡീമബിൾ. അപ്പൊ ശരിക്കും ഇതിൽ 8 ഉണ്ടെങ്കിലും 4 പഠിച്ചു വെച്ചാൽ മതി. പിന്നെയൊക്കെ വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അതായത് ക്യുമുലേറ്റീവ്, പിന്നെ നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, റെഡീമബിൾ, ഇറെഡീമബിൾ. ഓക്കെ. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അപ്പം കുറേ ഡിഫറൻസ് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് ഫോർ പ്രിഫറൻസ് ഷെയർ, ഡിവിഡൻഡ് റേറ്റ് ഒക്കെ പ്രിഫറൻസ് ഷെയർസിന് ഫിക്സഡ് ആയിരിക്കും, പക്ഷേ ഇക്വിറ്റി ഷെയർസിന് അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ഉണ്ടാവില്ല. ഇനി പ്രയോറിറ്റീൻ്റെ കേസ് പറയാൻ വെച്ചാൽ എപ്പോഴും മുൻഗണന ആർക്കാ കിട്ടുക? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും മുൻഗണന കിട്ടുന്നുണ്ടായിരിക്കുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും. ഇനി മാനേജ്മെന്റിന്റെ പാർട്ടിസിപ്പേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. മറ്റൊരു ഓണേഴ്സ് തന്നെയാ, പക്ഷെ റിയൽ ഓണേഴ്സ് ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. മറ്റവർക്കൊരു പ്രിഫറൻസ് കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫുൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര പ്രിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും പാർട്ടിസിപ്പേഷനൊക്കെ അവരുടെ ലിമിറ്റഡ് തന്നെയായിരിക്കും. അത്ര വല്ലാണ്ടുള്ള അധികാരമൊന്നും അവർക്ക് ഉണ്ടാവില്ല. ദെൻ റെഡീമബിലിറ്റിൻ്റെ കേസ് പറയാൻ വെച്ചാൽ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും, അതായത് തിരിച്ചു വാങ്ങാൻ പറ്റും അവരുടെ നിന്ന്. പക്ഷേ ഇക്വിറ്റി ഷെയർസ് അങ്ങനെ നമുക്ക് ഒരിക്കലും തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെ റിയൽ ഓണേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ വോട്ടിംഗ് റൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. അവർക്ക് പ്രിഫറൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും വോട്ടിംഗ് റൈറ്റ് ഇല്ല, പാർട്ടിസിപ്പേഷനിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. അപ്പോൾ അതാ ഒരു ഡിഫറൻസ് പഠിക്കുക കേട്ടോ കൃത്യമായിട്ട്.
ഒറ്റയ്ക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് കിട്ടണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 5-6 സെമ്മിലും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ ഒന്നും കൂടി കണ്ട് മനസ്സിലാക്കി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പക്ഷെ അടുത്ത വീഡിയോ ഈ ഒരു 3rd ചാപ്റ്ററിന്റെ പാർട്ട് 2 ഫൈനൽ വീഡിയോ ആയിരിക്കും. അത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.